കുറച്ചധികം ദിവസങ്ങളായി തന്നെ കൃഷ്ണകുമാറിന്റെ മക്കളുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. ഇവർ ഓരോ ദിവസവും ബ്ലോഗിൽ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം. ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇളയ മകൾ ഹൻസിക പങ്കുവയ്ക്കുന്ന കാര്യം തന്നെയാണ് എന്ന് പറയുന്നു. സ്വന്തം ബ്ലോഗിലൂടെ തന്റെ വിവാഹത്തെക്കുറിച്ചാണ് ഹൻസിക സംസാരിച്ചിരിക്കുന്നത്. തന്റെ ഡിഗ്രി പഠനം പൂർത്തിയായ സ്ഥിതിക്ക് ഹൻസികയുടെ വിവാഹം ഉടൻ പ്രതീക്ഷിക്കാമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ തന്റെ വിവാഹം ഇപ്പോഴൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ഹൻസിക തന്നെ വെളിപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹൻസികയ്ക്ക് തന്റെ ജീവിതത്തിലേക്ക് വലിയ നിലപാടുകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഹാനയും ഇഷാനിയും ഒക്കെ പറയുന്നത് പോലെ ഞങ്ങൾ 30 വയസ്സിന് മുമ്പിൽ കെട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ 30 വയസ്സ് കഴിയുമായിരിക്കാം, ചിലപ്പോൾ 30 വയസ്സിന് മുമ്പേ ആയിരിക്കാം. 30 വയസ്സാകാതെ ഞങ്ങൾ എന്തായാലും വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഇതിനു മുൻപ് ഇഷാനിയും അതുപോലെ തന്നെ ഹൻസികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഹൻസിക അത് ഉറപ്പിച്ച് പറയുന്നു. ചിലപ്പോൾ 30 വയസ്സ് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സ്വഭാവത്തിന് പറ്റിയ ഒരാളെ കിട്ടിയില്ല എങ്കിൽ പിന്നെയും ഞാൻ വിവാഹം നീട്ടിവെക്കും. അങ്ങനെ 35 വയസ്സാകാം, 40 വയസ്സാകാം, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ വിവാഹം കഴിച്ചില്ല എന്ന് വരെ വരാം. അങ്ങനെയൊക്കെ തന്നെയും എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ തന്നെയും ഞാൻ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹൻസിക ഇപ്പോൾ പറയുന്നത്. ഹൻസികയുടെ വ്ലോഗിലൂടെയാണ് ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇതോടെ പ്രേക്ഷകർ ഹൻസികയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഞാനിപ്പോഴും സിംഗിൾ തന്നെയാണ്. പലരും എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ചോദിക്കുന്നുണ്ട്. ഞാൻ സിംഗിളായി തന്നെ തുടരുകയാണ് എന്ന് ഹൻസിക പറയുന്നുണ്ട്. എല്ലാവരും അവരുടെ ഞെട്ടലും രേഖപ്പെടുത്തിയാണ് എത്തുന്നത്. പ്രേക്ഷകരെല്ലാവരും അതനുസരിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുന്നു. ഹൻസികയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് പങ്കുവെച്ച് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഹൻസികയോടൊപ്പം ഈ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുന്നതും പറയുന്നതും എന്നുകൂടി നമുക്ക് മനസ്സിലാകുന്നു. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോലെ തന്നെ ഒരു വാർത്ത ആരാധകരുടെ പ്രീതി അനുസരിച്ച് തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്നുകൂടി പറയാം. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് വെറുതെയല്ല. ഓരോ തവണയും ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. വളരെയധികം ആരാധകരുള്ള വ്യക്തി തന്നെയാണ് കൃഷ്ണ സിസ്റ്റേഴ്സിൽ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഹൻസികയ്ക്ക് തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഹൻസികയുടെ പിന്നാലെ പ്രേക്ഷകരെല്ലാവരും എപ്പോഴും നിൽക്കാറുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോടൊപ്പം പ്രാധാന്യവും അത് തന്നെയാണ്. ഇപ്പോൾ ഹൻസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വ്ലോഗിലൂടെയാണ് പ്രേക്ഷകർ ഇതെല്ലാം ചോദിച്ചെത്തുന്നത്. ഹൻസികയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൻസികയുടെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടുകാരനെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് ഇടയ്ക്ക് പ്രേക്ഷകർ വ്ലോഗിലൂടെ ഹൻസികയോട് ചോദിച്ചിരുന്നു. അയാളും ഞാനുമായിട്ട് ഇപ്പോൾ സുഹൃത്തുക്കളല്ല, അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇനി എന്നോട് ചോദിക്കരുത് അയാൾ എവിടെ പോയി എന്ന്. ഇതായിരുന്നു ഹൻസിക എന്ന് പറഞ്ഞത്. ഹൻസികയ്ക്ക് അയാളെക്കുറിച്ച് പറയാൻ തീരെ ഇഷ്ടമല്ലാതെയാണ് ഹൻസിക അതിന് മറുപടി നൽകിയതെന്ന് അന്ന് അത് കേട്ടപ്പോൾ മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുകയും പിന്നീട് ചോദിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.